യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വരികയാണ്. CPM അംഗത്വത്തിൽ നിന്ന് ഒഴിവാകുന്നുവെന്ന ജി സുധാകരൻ ഒഴിവാകുന്നു എന്ന വാർത്ത ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ചത് ജി സുധാകരൻ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിൽ അത് വ്യക്തമാക്കുന്നു. താൻ മെമ്പർഷിപ്പ് സ്കൂട്ടണി അംഗത്വം പുതുക്കാൻ താൻ അപേക്ഷ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇത്തവണ താൻ ലെവിയും വരിസംഖ്യയും ഒന്നും അടച്ചിട്ടില്ല, താൻ അംഗത്വത്തിലേക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും രൂക്ഷമായ വിമർശനമുണ്ട്. 46 വർഷക്കാലത്തെ സംസ്ഥാന അംഗത്വത്തിന് ശേഷം ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് വന്നപ്പോൾ താൻ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കാൻ പോലും ജില്ലാ സെക്രട്ടറി തയ്യാറായില്ല. ഒപ്പം തന്നെ MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശം, ഇത് രണ്ടുമാണ് അദ്ദേഹം പ്രകോപന കാരണമായി പറയുന്നത്. ഒപ്പം പാർട്ടി മീറ്റിംഗിൽ നടക്കുന്ന മറ്റു കാര്യങ്ങൾ, തനിക്ക് പാർട്ടിയിൽ പൂർണ്ണ അവഗണന, ഇതാണ് സുധാകരൻ വീണ്ടും ആവർത്തിക്കുന്നത്. പരസ്യ നീക്കമാണ് നടത്തുന്നത്. ശരണ്യ സ്നേഹജനുണ്ട്. ശരണ്യ, ഇത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. സുധാകരൻ ഇത് തുറന്നു പറയുകയാണ്. തുറന്നു പറയുമ്പോൾ സുധാകരന്റെ ലക്ഷ്യം ഒരുപക്ഷെ പുതിയൊരു നീക്കം കൂടിയായി മാറിയേക്കാം. എന്താണ് സുധാകരന്റെ ഈ FB പോസ്റ്റിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ? അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ജി സുധാകരൻ ജില്ലാ നേതൃത്വത്തിനെതിരെയും സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും ഈ FB പോസ്റ്റിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയുള്ളത്. സജിത, നമ്മൾ രാവിലെ തന്നെ പറഞ്ഞിരുന്നു, പാർട്ടി അംഗത്വം ജി സുധാകരൻ ഇത്തവണ പുതുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ജി സുധാകരനെ പോലെ സംഘടനാ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു സീനിയർ നേതാവ് അദ്ദേഹം പാർട്ടി അംഗത്വം പുതുക്കാൻ തയ്യാറാകാതിരിക്കുകയും ലെവി അടയ്ക്കാതിരിക്കുകയും ചെയ്യുന്നത് മറ്റൊരു സൂചനയാണ് നൽകുന്നത്. അതായത് ആ അംഗത്വത്തിൽ തുടരാനായി താല്പര്യം അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അത് തീർച്ചയായും മറ്റൊരു രാഷ്ട്രീയ നീക്കമാണ് എന്നുള്ളതായിരുന്നു ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. അത്തരത്തിൽ ആ ഒരു അംഗത്വം പുതുക്കാനായി അദ്ദേഹം തയ്യാറാകാത്തതിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് കഴിഞ്ഞ കുറെ നാളുകളായി ആലപ്പുഴയിൽ നടന്നു വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് ആലപ്പുഴയിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നു. അതിനെതിരെ ജില്ലാ നേതൃത്വം ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള അതൃപ്തി ജി സുധാകരൻ പലതവണ അറിയിച്ചിരുന്നു. 2 ടേം വ്യവസ്ഥയിൽ മാറ്റി നിർത്തപ്പെട്ട ജി സുധാകരൻ അദ്ദേഹം ഇപ്പോഴും വളരെ സജീവമായി പാർട്ടി നേതൃത്വത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആലപ്പുഴയിൽ ജനകീയ പരിപാടികളിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. രാഷ്ട്രീയ വനവാസത്തിലേക്ക് താൻ പോകേണ്ട സമയമായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് 72 കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പ്രായപരിധി കഴിഞ്ഞാൽ അറവുമാടുകളെ പോലെ അറുക്കാനായി വിട്ടു നൽകേണ്ടവരല്ല തങ്ങൾ എന്ന പരസ്യ പ്രകടനം കഴിഞ്ഞ ദിവസം ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് പരസ്യമായ വാക്കുകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ അദ്ദേഹം ഉള്ള ബ്രാഞ്ച്, അതായത് ജില്ലാ കമ്മിറ്റിക്ക് നേരിട്ട് നിയന്ത്രിക്കുന്ന അഭിഭാഷകരടങ്ങുന്ന 18 അംഗ ബ്രാഞ്ചിൽ നിന്നും ജി സുധാകരൻ ആ സ്കൂട്ടണി ഫോം പൂരിപ്പിച്ച് നൽകാൻ തയ്യാറാവാതിരിക്കുകയും ലെവി അടക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്തത്. അംഗത്വത്തിന് താൻ തൽക്കാലം അംഗത്വം പുതുക്കുന്നില്ല എന്നുള്ള മറുപടിയായിരുന്നു ബ്രാഞ്ച് സെക്രട്ടറിയോട് നൽകിയത്. ആ ഒരു വിഷയത്തെ അത്തരത്തിൽ ന്യൂസ് 18 വാർത്തയെ സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജി സുധാകരൻ്റെതായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ പേജിൽ വന്നിരിക്കുന്നത്. 2026 മെമ്പർഷിപ്പ് സ്കൂട്ടണി അംഗത്വം പുതുക്കാൻ താൻ അപേക്ഷ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല എന്ന് ജി സുധാകരൻ തന്നെ സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല 2022 സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായി വന്ന ആളാണ് താൻ. ആലപ്പുഴ DCCയുടെ കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികയാണ്. വീണ് പരിക്കേറ്റ ശേഷം ഒരു ബ്രാഞ്ചിനൊഴികെ മറ്റെല്ലാ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിൽ താൻ കൃത്യമായി പങ്കെടുത്തു എന്നുള്ളതാണ് ജി സുധാകരൻ വ്യക്തമാക്കുന്നത്. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും CPM ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല എന്ന് ജി സുധാകരൻ ശക്തമായി ആരോപിക്കുന്നു. മാത്രമല്ല 63 വർഷം അതിൽ തനിക്ക് പരാതിയില്ല, പക്ഷേ 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള എനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലമായി നൽകിയിട്ടില്ല എന്ന് തുറന്നടിക്കുകയാണ് ജി സുധാകരൻ. എന്തിനേറെ പറയുന്നു, അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം തന്റെ വീടിനടുത്ത് വെച്ച് നടന്നപ്പോൾ EMS ഹാളിൽ വെച്ച്, അതായത് ജി സുധാകരന്റെ വീട്ടിൽ നിന്നും അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയാണ് അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആലപ്പുഴ ജില്ലയിൽ വെച്ച് ആഘോഷിച്ചത്. അതിൽ ജി സുധാകരന്റെ വീട്ടിൽ നിന്നും നടന്നു പോകാവുന്ന ദൂരം മാത്രമാണ് EMS കമ്മ്യൂണിറ്റി ഹാളിൽ ഉണ്ടായിരുന്നത്. ആ ഹാളിൽ നടന്ന പരിപാടിയിൽ അടിയന്തരാവസ്ഥയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ജി സുധാകരനെ അന്ന് ക്ഷണിക്കുക പോലും, വീട്ടിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരമുള്ള ഇടത്ത് പോലും തന്നെ ക്ഷണിച്ചില്ല എന്ന് ജി സുധാകരൻ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല
അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ താൻ കഴിഞ്ഞ കാലയളവിൽ ഈ സംഘടനാ രംഗത്ത് നിന്ന കാലയളവിൽ അനുഭവിച്ച കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ആദ്യകാലത്ത് തന്നെ നിരോധനം ലംഘിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് പ്രകടനം നടത്തി അറസ്റ്റും ജയിൽവാസവും ലോക്കപ്പ് വർധനവും BRA കേസ് ഉൾപ്പെടെ അനുഭവിച്ച ജയിലിൽ കിടന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ താനാണ്. എന്നിട്ട് പോലും തന്നെ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിന് പാർട്ടി നടത്തിയ പരിപാടിയിൽ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി അത് സംഘാടകരായി നടത്തിയ പരിപാടിയിൽ തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് ജി സുധാകരൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്റെ അച്ഛനെ വരെ ആക്ഷേപിച്ച് ഒരു LC മെമ്പർ പോസ്റ്റ് ഇട്ടു, എന്നിട്ടും പരാതി നൽകിയിട്ടും തന്റെ അച്ഛനെ വരെ ആക്ഷേപിച്ച് ഒരു LC മെമ്പർ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഉറ്റ ശിഷ്യനാണ്. അപ്പോഴാണ് ഉറ്റ ശിഷ്യനാണ്. അപ്പോൾ താൻ അത് മാത്രമല്ല, ഇതെല്ലാം നേരിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളായി താൻ ഇവിടെ തന്നെ തുടരുകയാണ് എന്നാണ് ജി സുധാകരൻ വ്യക്തമാക്കുന്നത്. അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള LC മെമ്പറാണ് ജി സുധാകരനെ പരസ്യമായി നവമാധ്യമത്തിലൂടെ തന്റെ അച്ഛനെ വരെ ആക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടത്. എന്നിട്ടും നടപടി ഉണ്ടായില്ല എന്ന് ജി സുധാകരൻ വ്യക്തമാക്കുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇതെല്ലാം നേരിട്ട കഴിഞ്ഞ 5 വർഷങ്ങളായി ഇവിടെ ഞാൻ പാർട്ടിയിൽ തുടരുകയാണ്, ഒരു പ്രലോഭനത്തിനും കീഴടങ്ങിയില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത് സംസാരിക്കാൻ ചെന്ന തോട്ടപ്പള്ളിക്കാരനായ ഒരു സഖാവിനോട് ശരിയല്ലാത്ത തരത്തിൽ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ടയാൾ സംസാരിച്ചതായി അറിയാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി ഞാൻ ഒരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്ന അർത്ഥം വരുന്ന ശരിയല്ലാത്ത പ്രയോഗം നടത്തി കളിയാക്കി ചിരിക്കുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. നമ്മൾ നേരത്തെ രാവിലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജി സുധാകരനെ ഏറ്റവും അധികം പ്രകോപിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് സമയങ്ങളിലായി MV ഗോവിന്ദൻ നടത്തിയ പരാമർശങ്ങളാണ്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ ജി സുധാകരനെ മത്സരിപ്പിക്കണമെന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ജി സുധാകരൻ ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് എന്ന് പരസ്യമായി അന്ന് MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം മാധ്യമങ്ങളെ MV ഗോവിന്ദൻ കണ്ട ഘട്ടത്തിൽ അദ്ദേഹം ജി സുധാകരനെ പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പരിഗണനയുമില്ല എന്ന് ആക്ഷേപിക്കുന്ന രീതിയിൽ പരിഹാസ രൂപേണ മറുപടി പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ചോദ്യത്തിന് മറുപടിയായി ഞാൻ ഒരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്ന അർത്ഥം വരുന്ന ശരിയല്ലാത്ത പ്രയോഗം MV ഗോവിന്ദൻ നടത്തുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്റെ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. അത് കേട്ട പത്രക്കാരെല്ലാം പൊട്ടിച്ചിരിക്കുന്നതും കണ്ടു. ഇതൊന്നും ചോദിക്കാനോ തിരുത്താനോ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും ജി സുധാകരൻ പറയുന്നു. കൂടുതൽ സംഭവങ്ങൾ താൻ വിവരിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് മേൽപ്പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയിൽ തുടരാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് CPM-ന്റെ ഏറ്റവും സീനിയർ നേതാവായ സംസ്ഥാനത്തെ CPM-ന്റെ ഏറ്റവും സീനിയർ നേതാക്കളായ ജി സുധാകരൻ ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് താൻ പാർട്ടിയിൽ തുടർന്ന ഈ സാഹചര്യത്തിൽ ഈ സംഭവങ്ങൾ തനിക്കെതിരെ നിരവധി തവണ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടും ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന മേൽപ്പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല, പാർട്ടിയിൽ താൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തുറന്നു പറയുകയാണ്. മറ്റൊരു രീതിയിൽ, അതായത് നമുക്കറിയാം 43 വർഷം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. SFI രൂപീകരണ കാലത്ത് ആദ്യത്തെ സംസ്ഥാന ഭാരവാഹിയാണ് ജി സുധാകരൻ. വിദ്യാർത്ഥി കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹം 1963 കാലഘട്ടം മുതൽ തന്നെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുന്നു. കൊല്ലം ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നു. അവിടെ SFIയുടെ സംസ്ഥാന ചുമതലയിലേക്ക് വരുന്നു. കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ആയിരിക്കെ തന്നെ, വളരെ യുവാവായിരിക്കെ തന്നെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുകയും പിന്നീട് ആലപ്പുഴയിലേക്ക് മടങ്ങി വരികയും ചെയ്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലേക്ക് ജില്ലാ കമ്മിറ്റി അംഗമായി വരികയും ചെയ്തു. നിരവധി വർഷക്കാലം അദ്ദേഹം 2 ടേമുകളോളം അദ്ദേഹം CPM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രി അടക്കമായിരുന്നു. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജി സുധാകരൻ ഇതാ തുറന്നു പറയുകയാണ്. ഈ സാഹചര്യത്തിൽ താൻ പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം തുറന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശരി, കിരൺ ബാബു കൂടി ചേരുന്നുണ്ട്. കിരൺ, CPM-ന് അസാധാരണ പ്രതിസന്ധിയാണ് ജി സുധാകരൻ കുറഞ്ഞപക്ഷം ആലപ്പുഴ ജില്ലയിലെങ്കിലും ഉണ്ടാക്കുക. സുധാകരൻ പാർട്ടിയുമായി നേരത്തെ തന്നെ ഇടഞ്ഞതാണ്, പക്ഷേ ഒന്ന് അനുനയിച്ച് മുന്നോട്ട് പോകുന്നു എന്ന തോന്നൽ ഉളവാക്കിയപ്പോഴാണ് ഈ പ്രശ്നമുണ്ടായത്. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സുധാകരൻ്റെ ഈ നീക്കത്തിന് കാരണം? അത് MV ഗോവിന്ദൻ്റെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലെ ആ പരാമർശം തന്നെയാണോ കാരണം വെച്ചത്, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ നീക്കത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
സജിത്തെ, യഥാർത്ഥത്തിൽ CPM അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ തന്നെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ ജി സുധാകരൻ, പ്രത്യേകിച്ച് വലിയ വിശ്വാസ്യതയും സ്വാധീനവും ഒക്കെയുള്ള നേതാവാണ്. അഴിമതിരഹിത പ്രതിച്ഛായയും അതോടൊപ്പം തന്നെ മികച്ച ഭരണാധികാരി എന്ന പ്രതിച്ഛായയും ഒക്കെയുള്ള നേതാവാണ്. പലപ്പോഴും പാർട്ടിയുടെ ചട്ടക്കൂടുകളൊക്കെ വിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ജി സുധാകരൻ. അങ്ങനെ ഒരു നേതാവ് ഇപ്പോൾ പാർട്ടി അംഗത്വം പുതുക്കേണ്ടതില്ല എന്ന് താൻ തീരുമാനിക്കുന്നു, അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമല്ല സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. തന്നെ ഒന്നും പരിഗണിക്കേണ്ടതില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അത് കേട്ട് സംസ്ഥാന സെക്രട്ടറി ചിരിക്കുമ്പോൾ ഇതിനൊന്നും തിരുത്താൻ ഈ പാർട്ടിയിൽ ആരുമില്ല, താൻ കഴിഞ്ഞ വർഷങ്ങളായി നേരിടുന്നത് കടുത്ത അവഗണനയാണ് എന്നതുകൂടി പറയുന്നു. പക്ഷേ ഇതിനൊക്കെ പിന്നിലെ യഥാർത്ഥ കാരണം ഇത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതിനപ്പുറം ചില കാരണങ്ങളുണ്ട് എന്നുകൂടി നമുക്ക് ജി സുധാകരനെ കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വമാണ്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ സ്ഥാനാർത്ഥിയാവുക എന്നതിനപ്പുറത്തേക്ക് എച്ച് സലാം സ്ഥാനാർത്ഥിയാവരുത് എന്ന് ജി സുധാകരൻ ആഗ്രഹിക്കുന്നു. അത് നേരത്തെ ജി സുധാകരൻ അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തെ കുളിമുറിയിൽ വീണ് പരിക്കേറ്റ് കിടക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് വന്ന് ജി സുധാകരനെ സന്ദർശിച്ച് അദ്ദേഹവുമായി ചർച്ച നടത്തിയിരുന്നു. ആ ഘട്ടത്തിലടക്കം ജി സുധാകരൻ അദ്ദേഹവും മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു എന്നാണ് നമ്മൾ അറിയുന്ന വിവരം. അമ്പലപ്പുഴയിൽ എച്ച് സലാമിനെ ഒഴിവാക്കി മറ്റ് ആരെങ്കിലും സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അമ്പലപ്പുഴയിൽ എച്ച് സലാമും ജി സുധാകരനും തമ്മിലുള്ള വ്യക്തിപരമായ എതിർപ്പുകൾ, അല്ലെങ്കിൽ ഈ രണ്ടുപേർ തമ്മിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ രണ്ടുപേരുടെയും അനുയായികൾ തമ്മിൽ ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഉണ്ടായ വലിയ എതിർപ്പുകൾ സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ വളരെ ആക്ഷേപകരമായ രീതിയിലേക്ക് ആക്ഷേപിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ചില നേതാക്കളും അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്നവരുമൊക്കെ ആക്ഷേപിച്ച് രംഗത്ത് വന്നിരുന്നു. പാർട്ടി അവരെ ആരെയും തടയുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമൊന്നും ഉണ്ടായില്ല. ഇത് പലതവണ ജി സുധാകരൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. എച്ച് സലാമുമായി ആ തരത്തിൽ ഒരു കാരണവശാലും അമ്പലപ്പുഴയിൽ എച്ച് സലാമിനെ മത്സരിക്കാൻ അനുവദിക്കരുത് എന്നുള്ള ഉറച്ച നിലപാട് കൂടി അദ്ദേഹത്തിനുണ്ട്. ഇതൊക്കെ അതിനെ മറികടന്നുകൊണ്ട് സുധാകരൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ഒരു തീരുമാനം ഉണ്ടാകുന്നു. ആദ്യം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റിൽ ജില്ലാ സെക്രട്ടറി ആർ നാസർ തന്നെ ജി സുധാകരൻ മത്സരിക്കാനുള്ള താല്പര്യം തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത്, മത്സരത്തിൽ നിങ്ങൾ തീരുമാനിച്ചാൽ അതിന് തനിക്ക് പ്രയാസമില്ല എന്ന് ജി സുധാകരൻ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ നേതാക്കൾ അദ്ദേഹത്തെ പിന്തുണച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. സെക്രട്ടറിയിൽ നടന്ന ചർച്ചകളാണ്. അത് സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പറയുന്നത്. വി രാഘവൻ അടക്കമുള്ളവർ, സത്യപാലനടക്കമുള്ളവർ, ഹരിശങ്കർ അടക്കമുള്ളവരൊക്കെ അതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു. ഈ സമയത്ത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് അത് ക്ലോസ്ഡ് ചാപ്റ്ററാണ്, അതിൽ ഇക്കാര്യത്തിൽ ഇനി ചർച്ച വേണ്ടതില്ല എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അതോടുകൂടി ആ ചർച്ച അവസാനിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഇതും സ്വാഭാവികമായും മറ്റ് ആളുകളൊക്കെ അറിയുന്നതിനോടൊപ്പം തന്നെ ജി സുധാകരനും ആ ചർച്ചകളുടെ വിശദാംശങ്ങളൊക്കെ സ്വാഭാവികമായും അറിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷമാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം നടക്കുന്ന കാര്യങ്ങൾ പരസ്യമാണ്. ആ വാർത്താ സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ്റെ ലിങ്കിൻ്റെ ആ ഭാഗം കൂടി അദ്ദേഹം പ്രത്യേകമായി ഈ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ തൊട്ട് താഴെയായി ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് ജി സുധാകരനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പ്രത്യേക പരിഗണന ജി സുധാകരൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു പരിഗണനയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചോദ്യത്തിന് ചിലപ്പോൾ സ്വാഭാവികമായി ചിരിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിന് ചിരിച്ചോ ആവും. പക്ഷേ ജി സുധാകരൻ അതിനെ വ്യാഖ്യാനിക്കുന്നത് തന്നെ പോലെ ഒരാളിനെ ഒരു തരത്തിലും പരിഗണിക്കേണ്ടതില്ല. സാധാരണഗതിയിൽ ഇത്തരം നേതാക്കളെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ സംസ്ഥാന സെക്രട്ടറിമാരൊക്കെ മറുപടി നൽകുക, അദ്ദേഹം മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തിൻ്റെ സേവനങ്ങളൊക്കെ നമുക്ക് പ്രധാനപ്പെട്ടതാണ്, അങ്ങനെ അദ്ദേഹത്തെ പുറമേക്ക് വലിയ സ്തുതിയൊക്കെ പറഞ്ഞിട്ടാവും. പക്ഷേ തൽക്കാലം തെരഞ്ഞെടുപ്പിലേക്കല്ല അദ്ദേഹത്തിൻ്റെ സേവനം വേണ്ടത്, ആ മട്ടിലൊക്കെ ആവും പ്രതികരിക്കുക. അങ്ങനെയാണ് CPM-ന്റെ ഒരു രീതി. പരസ്യമായി ഇവരെ ആരെയും തള്ളി പറയില്ല. അകത്ത് അവർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ പോലും പരസ്യമായി പറയുമ്പോൾ അവരുടെ സേവനങ്ങളെയൊക്കെ മഹത്വവൽക്കരിച്ച് പറയുകയും അവർക്ക് സ്ഥാനാർത്ഥിത്വമില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപദേശം തേടും എന്നൊക്കെ മട്ടിലൊക്കെയാണ് മുമ്പും പല ഘട്ടത്തിലും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരം VS-ൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ഇത്തരം വിമർശനങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമാനമായ ഒരു മറുപടി അല്ല പക്ഷേ എം വി ഗോവിന്ദൻ്റെ കയ്യിൽ നിന്നുണ്ടായത്. എം വി ഗോവിന്ദൻ അതിനെ പൂർണ്ണമായും തള്ളിക്കളയായിരുന്നു. പാർട്ടി എന്ത് നിലപാടാണോ ജി സുധാകരനോട് സ്വീകരിക്കുന്നത് അതേ നിലപാട് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയായിരുന്നു. ജി സുധാകരനെ പോലെ ഒരു നേതാവ് പല വിഷയങ്ങളെയും വൈകാര്യമായി കാണുന്ന ആളാണ്. ഒന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആലപ്പുഴയെ സംബന്ധിച്ച് എല്ലാ കാലത്തും ജി സുധാകരൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കാലത്തും ആലപ്പുഴയിലൊരു നേതാവാണ് ഈ നിൽക്കാൻ ആഗ്രഹിച്ച ആളാണ്. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തിന് അംഗത്വം ലഭിക്കാൻ പലതവണ അദ്ദേഹത്തെക്കാൾ എത്രയോ ജൂനിയറായ ആളുകളെല്ലാം കേന്ദ്ര കമ്മിറ്റിയിൽ വരുമ്പോഴും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ജി സുധാകരനെ പരിഗണിക്കുമ്പോഴും സുധാകരൻ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പോകാൻ തയ്യാറായിരുന്നില്ല. എനിക്ക് ആലപ്പുഴയുടെ ചാർജ് വേണം, എനിക്ക് ആലപ്പുഴയിൽ നിൽക്കണം എന്നുള്ള ഒരു പ്രത്യേക രീതിയിൽ ആലപ്പുഴ ജില്ലയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ സ്വഭാവം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ പല ഘട്ടങ്ങളിലും പാർട്ടിയിൽ കടുത്ത വിഭാഗീയത ഉണ്ടായിരിക്കുമ്പോഴും ജി സുധാകരൻ വിഭാഗീയതയിലൊക്കെ VS പക്ഷത്തും പിണറായി പക്ഷത്തും മാറി നിന്നിട്ടുള്ള ആളാണ്. CA2 പക്ഷം ഉണ്ടായിരിക്കുമ്പോഴും ഒക്കെ പല പക്ഷങ്ങളിലും മാറി നിൽക്കുകയും ഇതിൽ പല പക്ഷങ്ങളുമായി കൂട്ടുചേരുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ജി സുധാകരൻ ഈ പാർട്ടി അംഗത്വം പാർട്ടിയിലെ
സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിയുന്നത് വരെയുള്ള കാലത്തെ മഹാഭൂരിപക്ഷം അവസാനത്തെ ഒരു 4-5 വർഷം ഒഴിച്ചാൽ ബാക്കി മഹാഭൂരിപക്ഷം ഒരു 3 പതിറ്റാണ്ട് കാലമെങ്കിലും കുറഞ്ഞു പറഞ്ഞാൽ കാൽ നൂറ്റാണ്ട് കാലം ഉറപ്പായും ജി സുധാകരനായിരുന്നു ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓരോ ചലനങ്ങളെയും നിയന്ത്രിച്ചിരുന്ന അവസാന വാക്ക് ജി സുധാകരൻ തന്നെയായിരുന്നു. ജി സുധാകരൻ ഏത് പക്ഷത്ത് നിൽക്കുന്നു അവിടെയായിരുന്നു ആലപ്പുഴ ജില്ലാ കമ്മിറ്റി എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത്രത്തോളം ആ ജില്ലയിൽ സ്വാധീനവും ജില്ലയെ നിയന്ത്രിക്കാൻ തക്ക ശേഷിയുമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പൂർണ്ണമായും ജില്ലയിൽ ഒരു അവകാശവുമില്ലാത്ത ഒരു നേതാവായി ജി സുധാകരൻ മാറുന്നു എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് സ്വാഭാവികമായി ഉണ്ടായി കാണണം. കാരണം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനപ്പുറത്തേക്ക് മുന്നോട്ട് വെക്കുന്നത് തന്നെ വ്യക്തിപരമായി എതിർക്കുന്ന എച്ച് സലാമിനെ അവിടെ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട് മുന്നോട്ട് വെക്കുമ്പോൾ അത് പാർട്ടി പരിഗണിച്ചില്ല എന്നുള്ള ദേഷ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായും ഉണ്ടായിരുന്നിരിക്കണം. അതിനുശേഷമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം സുധാകരനെ കളിയാക്കിക്കൊണ്ട് സുധാകരൻ ആ തരത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന ഒന്നാണ്. പക്ഷേ പാർട്ടി സെക്രട്ടറി അങ്ങനെയാണോ പറഞ്ഞത്? പാർട്ടിയുടെ സ്വാഭാവികമായ തീരുമാനമാണ് ഏതെങ്കിലും തരത്തിൽ ജി സുധാകരന് പരിഗണന കൊടുക്കേണ്ടതില്ല എന്നുള്ളത്. അത് സ്വാഭാവികമായി പറഞ്ഞതാണോ? അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ അതിന് നൽകുന്ന പ്രാധാന്യത്തെ അല്പം കളിയാക്കിക്കൊണ്ടാലും പറഞ്ഞത് സുധാകരൻ കാണുന്നത് വ്യക്തിപരമായി തന്നെ പോലൊരു മുതിർന്ന നേതാവിന് നൽകേണ്ട പ്രാധാന്യം നൽകിയില്ല. അത് മുൻകാലങ്ങളിൽ ജില്ലയിലടക്കം നൽകിയില്ല. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് അടിയന്തരാവസ്ഥയിൽ നേരിട്ട് മർദ്ദനം വാങ്ങേണ്ടി വന്ന, ജയിൽ കിടക്കേണ്ടി വന്ന, അടിയന്തരാവസ്ഥയിൽ സമരത്തിൽ പങ്കെടുത്ത ഏറ്റവും മുതിർന്ന നേതാവ് ജി സുധാകരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്ത് വെച്ച് അങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കുമ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഇല്ല എന്നതിൻ്റെ പേരിൽ ജി സുധാകരനെ ഈ പരിപാടിക്ക് ക്ഷണിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ CPM അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ക്ഷണിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ പരിപാടിയുടെ ഉദ്ഘാടകനായോ മുഖ്യ അതിഥിയായോ ഒക്കെ വെക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ജി സുധാകരനാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ കാലത്ത് തന്നെ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അതിൻ്റെ പേരിൽ മർദ്ദനമേൽക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഏറ്റവും മുതിർന്ന നേതാവ് തന്നെയാണ് ജി സുധാകരൻ. അദ്ദേഹത്തെ അവഗണിച്ചതിലൊക്കെ കടുത്ത അമർഷം സ്വാഭാവികമായും ജി സുധാകരൻ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അമർഷം എല്ലാം പുറത്തു വന്നിരിക്കുക പല ഘട്ടങ്ങളിലായി പല തരത്തിൽ പ്രകടിപ്പിച്ച അമർഷങ്ങൾ ഇപ്പോൾ പരസ്യമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജി സുധാകരനെ പോലെ ഒരു നേതാവ് ദീർഘകാലം എന്തായാലും കഴിഞ്ഞ 5-5.5 പതിറ്റാണ്ട് കാലത്തിലേറെ കാലം പാർട്ടി അംഗത്വത്തിലുണ്ട്. അദ്ദേഹം അവകാശപ്പെടുന്ന 63 വർഷങ്ങൾ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത്രയും കാലം പാർട്ടി അംഗത്വത്തിലുണ്ടായിരുന്ന 42 വർഷത്തോളം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ദീർഘകാലം ആലപ്പുഴ ജില്ലയിലെ നിയന്ത്രിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പാർട്ടി അംഗത്വം പുതുക്കേണ്ടതില്ല എന്നുള്ള തൻ്റെ തീരുമാനം പരസ്യമായി തന്നെ വെക്കുന്നു. ഇത് ചിലപ്പോൾ മറ്റു ചില നീക്കങ്ങൾ കൂടി വ്യാഖ്യാനങ്ങൾ കൂടി വഴി വെക്കാൻ സാധ്യതയുണ്ട്. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജി സുധാകരൻ മത്സരിച്ചേക്കാം എന്നുള്ള തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ പല ഘട്ടങ്ങളിലും വന്നിരുന്നു. അദ്ദേഹത്തെ ഇടയ്ക്ക് KC വേണുഗോപാൽ നേരിട്ട് പോയി കണ്ടിരുന്നു. കോൺഗ്രസ്സുകാർക്കിടയിലടക്കം ജി സുധാകരനെ പോലെ ഒരാൾ സ്വതന്ത്രനായി മത്സരിച്ചാൽ ചിലപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയില്ലാതെ പിന്തുണ നൽകാനുള്ള സാധ്യത അടക്കമുണ്ട്. പക്ഷേ അത്തരം തീരുമാനത്തിലേക്കൊക്കെ ജി സുധാകരൻ പോകുമോ ഇല്ലയോ എന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘമായ എല്ലാ വിഷയങ്ങളും പാർട്ടിയോടുള്ള എതിർപ്പുകളും പരസ്യമായിട്ടുള്ള എതിർപ്പുകളൊക്കെ പറയുമ്പോഴും ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗവും കമ്മ്യൂണിസ്റ്റ് CPM-ൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നേതാവും ഒക്കെയാണ് ജി സുധാകരൻ. ഇന്ന് ഈ സമയം വരെയും അങ്ങനെ തന്നെയാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താവും തീരുമാനമെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ അത്തരം ചില സൂചനകളൊക്കെ അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. കോൺഗ്രസ്സുകാരും അങ്ങനെ ഒരു സ്ഥിതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ജി സുധാകരന് പാർട്ടി നേതൃത്വവുമായി കടുത്ത വിയോജിപ്പുണ്ടെന്നും അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നുവെന്നും അത് പരസ്യമായി ഇപ്പോൾ അദ്ദേഹം പാർട്ടി അംഗത്വം പുതുക്കേണ്ടതില്ല എന്നത് ഒരു പാർട്ടി അംഗത്തെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ മഹാഭൂരിപക്ഷ സമയവും 90% സമയവും ഈ പാർട്ടി അംഗത്വത്തെ അങ്ങനെ സ്വന്തം ജീവരക്തം പോലെ കൊണ്ടു നടന്ന ഒരു മനുഷ്യൻ അവസാനം അത് പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നെങ്കിൽ അത്ര കടുത്ത തീരുമാനത്തിലേക്കാണ് ജി സുധാകരൻ എത്തിയത് എന്നുകൂടി നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. ഓക്കെ കിരൺ, മടങ്ങി വരാം. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, ഈ ജി സുധാകരൻ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് താൻ പാർട്ടി വിടുന്നു, പാർട്ടിയുമായി ഇനി ബന്ധമില്ല, പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന നിലപാടെടുക്കുമ്പോൾ അതൊരു പുതിയ രാഷ്ട്രീയ നീക്കത്തിൻ്റെ സൂചന എന്ന എല്ലാ തരത്തിലുള്ള വ്യാഖ്യാനം വരും. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത എത്രമാത്രമാണ്? ഇതിൽ കോൺഗ്രസ് നടത്താൻ പോകുന്ന നീക്കമായിരിക്കുമല്ലോ ഇനിയും നിർണായകം. ഇതിനകം കോൺഗ്രസ് ആ നീക്കം നടത്തി കഴിഞ്ഞിട്ടുണ്ടോ? സജിത്ത്, ഇതിലേറ്റവും നേരത്തെ കിരൺ സൂചിപ്പിച്ച കാര്യമാണ് അത് വളരെ പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞ 5 വർഷക്കാലമായി അമ്പലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള ഒട്ടും ഗുണകരമല്ലാത്ത രാഷ്ട്രീയ നീക്കങ്ങൾ, പാർട്ടിക്കുള്ളിനകത്ത് ഉണ്ടായ ഉൾപാർട്ടി പോര് വലിയ തോതിൽ ഈ വിഷയങ്ങളെ വഷളാക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. എച്ച് സലാം കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ പോലും അന്ന് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സലാം വിജയിച്ചിട്ടും അവിടെ ജി സുധാകരനെതിരെ പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റി മറ്റ് ചില നടപടി കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അതിൽ ജി സുധാകരൻ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്ന രീതിയിലേക്ക്, അതായത് 11,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത്, എച്ച് സലാം ജയിച്ച സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ജി സുധാകരൻ ഇടപെടുന്നതിൽ വീഴ്ച വന്നു എന്നുള്ള രീതിയിൽ പരസ്യമായി പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാവുകയും അതിനകത്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് പുറത്തുവിടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് ഈ വിഷയങ്ങൾ ഇവിടെ പൊട്ടിത്തെറിയായി തന്നെ നിലനിൽക്കുകയാണ്. അതിനുശേഷം പലതവണ ജി സുധാകരനെ അദ്ദേഹം ആണെന്ന് കൃത്യമായി മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നവമാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുന്ന രീതി, അത് എച്ച് സലാം തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലതും ആ രീതിയിലുണ്ട് എന്നുള്ള രീതിയിൽ ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ, തോന്നലുകൾ ജനിപ്പിക്കുന്ന രീതിയിൽ ആണ് ആ പോസ്റ്റുകൾ ഉണ്ടായത് എന്നുള്ളതാണ്. അത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല പാർട്ടി അംഗങ്ങളായ അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പല പ്രവർത്തകരും നവമാധ്യമങ്ങളിൽ വളരെ മോശമായി അദ്ദേഹത്തെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ, അദ്ദേഹത്തെ ആ രീതിയിൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ആ തുടക്കത്തിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തുടങ്ങിയ ഫൈറ്റിൽ നിന്നും വലിയ രീതിയിലുള്ള മാനസിക അകൽച്ചയിലേക്കും വൈരാഗ്യ ബുദ്ധിയിലേക്കും കാര്യങ്ങൾ എത്തിക്കാൻ, വഷളാക്കാൻ ഇവിടുത്തെ അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും അടുത്ത അനുയായികളായി നിന്നിരുന്ന എന്നാൽ അധികാരശേഷം മാറ്റത്തിലേക്ക് പോയ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പാർട്ടി ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ നാസറിന് ഇതിനകത്ത് കൃത്യമായി ഇടപെടാനോ ഇത് പരിഹരിക്കാനോ അദ്ദേഹവും ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജി സുധാകരൻ പാർട്ടി നേതൃത്വത്തിലേക്ക് വരുന്നത് ഇന്നത്തെ ആലപ്പുഴയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം കൃത്യമായി സംഘടനാ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ജി സുധാകരൻ തയ്യാറാകുമായിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അതിൽ മറ്റു രീതിയിലുള്ള ഇടപെടലുകളാണെങ്കിലും അഴിമതിയുടെ കാറ പുരളാത്ത ആളാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടൽ, അല്ലെങ്കിൽ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇടപെടൽ ഒരു കേന്ദ്രീകരിച്ച ഒരാളിലേക്ക് വരുന്നത് ഒരു കാരണവശാലും ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വവും അതിന് മൗനം പാലിച്ച്, അല്ലെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങളോട് കണ്ടില്ല എന്നുള്ള, പോലീസ് 2 തവണ കേസെടുത്തിട്ടും പാർട്ടി നേതൃത്വം നടപടിയെടുത്തില്ല. അതും ഏറ്റവും അധികം കേഡർ സ്വഭാവമുള്ള CPM-ലെ പ്രവർത്തകരാണ് ഒരു മുതിർന്ന നേതാവിനെ പരസ്യമായി നവമാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുന്നത്. അപ്പോഴും നടപടി ഉണ്ടായില്ല. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, സജിത്ത്, നമ്മളോട് തന്നെയാണ് ജി സുധാകരൻ തുറന്നടിച്ചത്. പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് ഇവിടെ നടക്കുന്നത്, ആലപ്പുഴയിൽ 5 വർഷക്കാലമായി നടക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് എന്ന് പറയുന്നു. ജി സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായികളായിരുന്നു സജി ചെറിയാനും ഈ എച്ച് സലാം ഉൾപ്പെടെയുള്ള ആളുകൾ. കാരണം സലാമൊക്കെ സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു വരുന്നത് ജി സുധാകരൻ കൊണ്ടുവന്നാണ് ഇവരെ കൊണ്ടുവരുന്നത്. ഏറ്റവും അടുത്ത അനുയായികളും വിശ്വസ്തരുമായി നിന്നവരാണ്. അവരാണ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു തരത്തിൽ ആക്രമിക്കുന്ന രീതിയിലേക്കെന്ന് പൊതുസമൂഹത്തിന് തോന്നുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തി എന്നുള്ള ആക്ഷേപമായിരുന്നു ജി സുധാകരൻ ഉന്നയിച്ചത്. ആ ഒരു വിഷയത്തിന്മേൽ അദ്ദേഹം വലിയ അതൃപ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സജിത്ത് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് 6-അംഗ കോർ കമ്മിറ്റി ഉണ്ടാക്കി. 6-അംഗ കോർ കമ്മിറ്റിയിൽ ജി സുധാകരൻ അംഗമാണ്. അതായത് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റിയാണ്. പക്ഷേ ആ കമ്മിറ്റി ഔദ്യോഗികമായി വിളിച്ച് അതിന് ഇങ്ങനെ പങ്കെടുക്കണമെന്നൊരു സർക്കുലർ നൽകുകയോ ഔദ്യോഗികമായി ജി സുധാകരനെ അത് അറിയിക്കുകയോ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവര് സംസ്ഥാന നേതൃത്വം പറയുകയും അത്തരം കാര്യങ്ങൾ മറ്റൊരു തരത്തിലാണ് ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന് ഇവിടെ നൽകുന്ന ഒരു ഔട്ട് മറ്റൊന്നാണ്. അപ്പോൾ ഇത് പരസ്പരം ഈ ഭിന്നിപ്പിക്കുന്ന ഒരു രീതി പല രീതിയിലും തുടർന്നു പോകുന്നു. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ബ്രാഞ്ചിൽ മാത്രമാണുള്ളത്. ഇപ്പോൾ അദ്ദേഹം ആരോഗ്യസ്ഥിതി വീണ് പരിക്കേറ്റതിനെ തുടർന്ന് പല നേതാക്കന്മാരും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് മുമ്പ് എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ ജി സുധാകരന്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് പോലും പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആക്സസ് ജി സുധാകരൻ ഇവർ നിഷേധിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊക്കെ തന്നെ കുറെ നാളുകളായി ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരികയാണെങ്കിൽ പെരുമ്പളം പാലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, പെരുമ്പളം പാലത്തിന് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോൾ എടുത്തൊരു എഫേർട്ട് ആലപ്പുഴയിലെ ആളുകൾക്കറിയാം. അപ്പോൾ ആ ഒരു പാലത്തിന്റെ ഉദ്ഘാടനത്തിൽ നോട്ടീസുകൾ അടക്കം അടിച്ചിറങ്ങിയ സമയത്തും സുധാകരന്റെ പേരോ മറ്റു കാര്യങ്ങളോ അതിൽ പരാമർശിക്കപ്പെട്ടില്ല. അതിൽ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ താൻ അറിഞ്ഞു, ഉദ്ഘാടനമാണെന്ന് താൻ അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിനെ വിളിക്കുകയും ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അന്ന് തനിക്ക് അനാരോഗ്യമുണ്ടെന്ന് പറഞ്ഞ് ജി സുധാകരൻ, ഇതെല്ലാം ഒരു മോശ സ്ഥിതിയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഇത്തരം ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. പല കാര്യങ്ങളുമായി ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അമ്പലപ്പുഴയിൽ തന്നെ ഒരു LC അംഗം വളരെ മോശമായി ഈ സുധാകരന്റെ കുടുംബത്തെ അടക്കം ആക്ഷേപിക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പരസ്യമായി പോസ്റ്റ് ഇട്ടിട്ടും അത് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടും അതിനകത്തുൾപ്പെടെ നടപടി ഉണ്ടായില്ല. ഇനി അമ്പലപ്പുഴയിൽ സംഭവിക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് അമ്പലപ്പുഴയിൽ നടക്കും
നടക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടത്. കാരണം ഇപ്പോൾ നിലവിൽ ജി സുധാകരൻ പരസ്യമായി തുറന്നു പറഞ്ഞിരിക്കുന്നു, ഈ നേതാക്കന്മാർക്കൊപ്പം പാർട്ടിയിൽ തുടരാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ജി സുധാകരൻ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് അംഗത്വം താൻ പുതുക്കാനായി ആഗ്രഹിക്കാത്തത്. അതായത് താൻ പാർട്ടി വിടുകയാണെന്ന് പറയാതെ പറയുകയാണോ ജി സുധാകരൻ എന്നുള്ള ചോദ്യം കൂടി എല്ലാവരുടെയും മുന്നിലേക്ക് നിൽക്കുകയാണ്. അവിടെ സ്വതന്ത്രനാകുന്ന ജി സുധാകരൻ അമ്പലപ്പുഴയുടെ പാർലമെന്ററി രംഗത്തേക്ക് കടന്നു വരുമോ എന്നുള്ളതാണ്. യെസ്, അത് ശരണ്യ സൂചിപ്പിച്ചതാണ്. ആ കടന്നു വരുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം സുധാകരൻ CPM ബന്ധം ഉപേക്ഷിക്കും എന്ന് പ്രഖ്യാപനം നടത്തുന്ന സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമോ, UDF ക്യാമ്പിലെത്തും? കണ്ടറിയണം. ഏറെ സങ്കീർണമാണ്. ഏറെ നിർണായക നീക്കങ്ങൾ അമ്പലപ്പുഴയിൽ പ്രതീക്ഷിക്കാം. ഇടവേളയാണ് പറയുന്നത്.